നമസ്കാരം. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഭാഗമായ അമേരിക്ക ഇറാനു നേരെ തൊടുത്തുവിട്ട ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമായി. എന്തായാലും യുദ്ധം അവസാനിച്ചതിനു പിന്നാലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാകുന്ന അവസ്ഥയിലാണ് എത്തുന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതിന് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം വിച്ഛേദിച്ചിരിക്കുകയാണ് ഇറാൻ. ഇത് സംബന്ധിച്ച ബില്ലിന് ഇറാൻ പാർലമെന്റ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. പാർലമെന്റ് ഏകകണ്ഠമായിട്ടാണ് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ നീക്കം ഇറാന്റെ ആണവ പരിപാടികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് വലിയ തിരിച്ചടിയാകുമെന്നും പശ്ചിമ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വഷളാകാൻ സാധ്യതയുള്ളതായും വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നു. 290 അംഗ പാർലമെന്റിൽ 223 പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ 221 പേർ ബില്ലിനെ അനുകൂലിച്ചു. ആരും എതിർത്തില്ല. ഒരാൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ബിൽ നിലവിൽ വന്നതോടെ ആണവോർജ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാന്റെ ആണവ സൗകര്യങ്ങളിൽ പ്രവേശനം അനുവദിക്കില്ല. കൂടാതെ നിരീക്ഷണ ക്യാമറകൾ, റിപ്പോർട്ട് സമർപ്പണം, മറ്റ് നിരീക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ താൽക്കാലികമായി നിർത്തും. കൂടാതെ ഭാവിയിൽ ആണവോർജ ഏജൻസികൾ പരിശോധനകൾക്ക് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുമതിയും ആവശ്യമാണ്. ബിൽ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഇസ്ലാമിക് ശിക്ഷാ നിയമപ്രകാരം ശിക്ഷയും ലഭിക്കും. ഇസ്രായേലും യുഎസും ചേർന്ന് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നദൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഇറാൻ പോയത്. ആക്രമണങ്ങളിലൂടെ ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്ത് തരിപ്പണമാക്കിയതായും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പുറത്തു വന്ന ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ഭൂഗർഭ ആണവ സൗകര്യങ്ങൾക്ക് നേരിയ നാശനഷ്ടങ്ങളെ വരുത്താൻ പറ്റിയിട്ടുള്ളൂ എന്നാണ്. ഈ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അപലപിക്കാതിരുന്നതിനെയും ഇറാൻ ശക്തമായ രീതിയിൽ അപലപിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അന്താരാഷ്ട്ര വിശ്വാസ്യതയെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്നും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അപലപിക്കാൻ അവർ വിസമ്മതിച്ചിരുന്നു. ഇറാന്റെ ആണവ സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശാന്തിപൂർണമായ ആണവ പദ്ധതി കൂടുതൽ ത്വരിതപ്പെടുത്തും. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലീഫാസ് പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിലി ബാഗായി വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചെങ്കിലും ഞായറാഴ്ച അമേരിക്കൻ B-2 ബോംബർ വിമാനങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങളും വലിയ തോതിലുള്ള നാശം വരുത്തിയിരുന്നു. ഫോർഡ്, നദാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇറാൻ പാർലമെന്റിൽ ബില്ല് പാസാക്കിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. ഭൂഗർഭ ആണവ സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് സൂചന. എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ മന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല.